വെളിച്ചത്തിന് മേൽ ഇരുട്ട് വന്ന് പതിക്കുന്നുണ്ടാവാം, പക്ഷെ അത് താൽക്കാലികമാണ്. തേച്ചരച്ചാലും പൊട്ടിമുളക്കുന്ന കാട്ടപ്പയുടെ ക്രൗര്യത്തോടെ ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന. സത്യത്തിന് ജനിതകമായൊരു ക്വാളിറ്റി ഉണ്ട്, ഒരു സർവൈലൻസ് സിദ്ധിയുണ്ട്. താൽക്കാലികമല്ല, താൽക്കാലികതയല്ല, പിൽക്കാലത്തെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഞാൻ കേവലം ആവേശത്തിന് എന്തെങ്കിലും പറഞ്ഞു പോവുകയല്ല. ചെറിയൊരായുസാണ് നമുക്കുള്ളത്. ഐസ് അലിയുന്ന പോലെ അലിയുന്ന ആയുസാണ്, ഉപ്പടിയുന്ന പോലെ അടിഞ്ഞു പോകുന്ന ആയുസാണ്. ദിവസങ്ങൾ പങ്ക കറങ്ങുന്നതിനേക്കാളും വേഗത്തിലാണ് കറങ്ങുന്നത്. പ്രവാസികളായ നിങ്ങൾ ജീവിതത്തിന്റെ നിസാരതയെ വളരെ സുന്ദരവും സൂക്ഷ്മവുമായി വിരലുകൊണ്ട് തലോടിയാണ് ഓരോ നിമിഷവും തള്ളി നീക്കുന്നത്. നിങ്ങളോട് ജീവിതത്തിന്റെ നിസാരതയെ സംബന്ധിച്ച് നാട്ടിൽ നിന്ന് വന്ന് ഞാൻ പറയേണ്ടതില്ല. അഫ്വൻ എങ്കിലും പറയട്ടെ, ഐസ് അലിയുന്നതിനേക്കാളും വേഗതയിൽ അലിയുന്ന ഈ ആയുസിൽ ഒരു ഉറപ്പുള്ള പിടുത്തം നമുക്ക് വേണ്ടേ? ഒരു ബലമുള്ള ലബ്ധപ്രതിഷ്ഠമായിട്ടുള്ള പേഷ്ടപ്രമാണങ്ങൾ നമുക്ക് വേണ്ടേ? കാലാധിപത്യായ സൈദ്ധാന്തികമായിട്ടുള്ള ഒരു മന്ദറ നമുക്ക് വേണ്ടേ? അതാണ് മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആക്ഷേപങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നും ശരിയാണെന്ന്. ഇസ്ലാമിന്റെ സൗന്ദര്യം പറയാനാണ് സമസ്ത, ഇസ്ലാമിന്റെ ഫങ്ഷനാലിറ്റിയാണ് ഇതിന്റെ പ്രതീകം. പക്ഷേ വിരുദ്ധ സ്വരങ്ങൾ വരുമ്പോൾ, തെറ്റിദ്ധാരണ നീക്കിക്കൊടുക്കേണ്ടി വരുമ്പോഴാണ് പ്രതിരോധം, മറുപടി എന്നൊക്കെ പറയുന്ന പദങ്ങൾ അതിൻ്റെ ഒരു മൻഹജിൽ വരുന്നു പോലുമുള്ളൂ. അതൊക്കെ എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്ന ചില പണിയായുധങ്ങൾ മാത്രമാണ്. അതിൻ്റെ റിസപ്ഷനിലുള്ള പൂമുഖങ്ങളിൽ പ്രതിരോധവും മറുപടിയും അതിനേക്കാളേറെ നിർമ്മിതികളും പരസ്പരമുള്ള ഒരുമകളുമാണ്. ദിഷണാശാലികളായ ഉസ്താദുമാരുടെ നിലപാടുകൾ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും അത് പിന്തിരിപ്പനാണെന്ന്. ഒരു ഉദാഹരണം ഞാൻ സൂചിപ്പിക്കാം. 10-20 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിൽ നടന്ന വലിയൊരു ചർച്ചയുണ്ടായിരുന്നു. ചെറിയ ചർച്ചയാണ് ഒരു പക്ഷേ. ജസ്റ്റ് ആൻ എക്സാമ്പിൾ. ദയാവധം സമ്മതിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതായിരുന്നു അന്നത്തെ വിഷയം. ക്ലിനിക്കലി ഡഡായ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ ആൾക്ക് മേഴ്സി കില്ലിംഗ്, യുത്തനേഷ്യ സമ്മതിക്കാൻ പറ്റുമോ ഇല്ലേ? അന്ന് സമസ്തയുടെ ഉലമാവ് പറഞ്ഞു, ജീവൻ കൊടുത്തയാൾക്ക് ജീവൻ എടുക്കാൻ പറ്റൂ, സമ്മതിക്കരുത്. പക്ഷെ ഞാനിത് പറയുന്നത് ഇന്ന് തനാട്ടോളജി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ഉണ്ട്. നിയർ ഡെത്ത് എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട ഒരു ശാസ്ത്രശാഖയാണ് തനാട്ടോളജി. സ്റ്റഡി അബൌട്ട് ദി ഡെത്ത് ആൻഡ് സോൾ. ആഫ്റ്റർ ലൈഫിനെ കുറിച്ച് കൂടുതൽ പുസ്തകങ്ങൾ എഴുതുന്നത് തനാട്ടോളജിസ്റ്റുകളാണ്. ലൈഫ് ആഫ്റ്റർ ലൈഫ് എന്ന റേമണ്ട് മോഡിയുടെ പുസ്തകം 22 മില്യൺ കോപ്പികളാണ് വിറ്റുപോയത്. 22 മില്യൺ കോപ്പീസ്. അത് ചട്ടപ്പുറത്ത് തന്നെ അതാണ്. 22 മില്യൺ കോപ്പീസ് സോൾഡ് ഔട്ട്. ജസ്റ്റ് എക്സാമ്പിൾ. അതിലൊക്കെ ഉള്ളത് പരശതം പുസ്തകങ്ങൾ. ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് മെഡിക്കൽ സയൻസ് വിധി പറഞ്ഞ് കോമേ സ്റ്റേജിൽ പോലുമായവർ, ക്ലിനിക്കലി ഡെഡ് എന്ന് വിധിയെഴുതിയ 5000-ലേറെ ആളുകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ട് അവരോട് നടത്തിയ ഇന്റർവ്യൂവിന്റെ സമാഹാരമാണ് ഈ പുസ്തകം. PDF വേണ്ടവർക്ക് ഞാൻ തരാം. എനിക്കിവിടെ ഒരു പ്രസക്തിയുമില്ല, എനിക്കറിയില്ല ഒന്നും. നിങ്ങളെപ്പോലെ ഞാനും നടുവിൽ നിന്ന് ആലോചിക്കുകയാണ്, എന്ത് ചെയ്യും? ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലെന്ന് കരുതിയിട്ട് യൂത്തനേഷ്യ സമ്മതിക്കണമെന്ന് 20 കൊല്ലം മുമ്പ് പറഞ്ഞവർ തനാട്ടോളജിയുടെ പുസ്തകം ഏത് പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയും. അന്ന് ഉലമായിനെ പരിഹസിച്ച ആളുകൾ ഇന്നെന്ത് പറയും? നാടിന്റെ കൂടെ നിൽക്കുന്നതിന്റെ പേരിലാണ് സമസ്ത എന്നും ആരോപണങ്ങൾ നേരിട്ടത്. മനസ്സിലാക്കണം. ശതാബ്ദി ആഘോഷിക്കുന്ന സമസ്ത അടയാളപ്പെടുത്തുന്ന ചരിത്രം മലയാള സമൂഹത്തിന്റെ ശുഭോദർക്കമായിട്ടുള്ള
100 കൊല്ലത്തെ ചരിത്രമാണ്. മുസ്ലിം സമൂഹത്തിന്റെ മാത്രം ചരിത്രമല്ല. അല്ലെങ്കിലും നിർവ്യാജം പറയട്ടെ, മുസ്ലിം സമൂഹവും ഉലമാക്കളും മുസ്ലിം സമൂഹത്തിന് വേണ്ടി ജീവിക്കാനുള്ളതല്ല. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ മനുഷ്യർക്ക് വേണ്ടി ജീവിക്കാനുള്ളവരാണ്. അതുകൊണ്ടാണ് നാടിന്റെ കൂടെ നിന്നതിന്റെ പേരിൽ സമസ്ത അപവാദം നേരിട്ടത്. മലയാള ഭാഷക്കെതിരായിരുന്നു. ഇംഗ്ലീഷ് അവിടെ നിൽക്കട്ടെ, മലയാള ഭാഷക്ക് പോലും, ആര്യനെഴുത്തിനെതിരെ പോലും, സംസ്കൃത മലയാളത്തിനെതിരെ പോലും നിലകൊണ്ട പിന്തിരിപ്പൻ പ്രസ്ഥാനമായിരുന്നു സമസ്ത എന്നിപ്പോഴും പറയുന്ന ആളുകളുണ്ട്. പക്ഷേ എന്തിന്റെ പേരിലാണ് സമസ്ത അപവാദം അല്ലെങ്കിൽ ആ ആരോപണം നേരിടേണ്ടി വന്നത് എന്ന് നാം ആലോചിക്കണം. അക്ഷരം പഠിക്കാനും വിദ്യാഭ്യാസം നേടാനും പുസ്തകങ്ങൾ വായിക്കാനും സവർണർക്ക് മാത്രം അർഹതയുണ്ടായിരുന്ന ഒരു കാലത്ത് അവരുടെ ആധിപത്യത്തിന്റെയും ആഢ്യത്വത്തിന്റെയും പ്രാമാണികതയുടെയും വിളനിലം ഒരുക്കാൻ വേണ്ടി ഭാഷയെയും വിദ്യാഭ്യാസത്തെയും ദുരുപയോഗം ചെയ്യുന്ന ഒരു കാലത്ത് കീഴാളന്റെ കൂടെ നിന്നതിന്റെ പേരിൽ അന്നത്തെ സൂഫി ഉലമ പഴികേട്ടു. സംസ്കൃതം മലയാളത്തിനെതിരാണ്, സമസ്ത മലയാളത്തിനെതിരാണ്, സംസ്കൃതത്തിനെതിരാണ്. ആയിരുന്നില്ല. ആ സവർണ മനുസ്മൃതി ബ്രാഹ്മണ്യത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് വിദ്യുൽ ക്രമങ്ങളെയും വിദ്യുൽ വ്യവസ്ഥകളെയും വിദ്യാഭ്യാസ പ്രക്രിയകളെയും അറിവുൽപാദന മാധ്യമങ്ങളെയും കേന്ദ്രങ്ങളെയും മോചിപ്പിക്കണമെന്ന സാമൂഹികമായ പരിവർത്തനത്തിന്റെയും നവോത്ഥാന ചിന്തയുടെയും ഫലമായിട്ടായിരുന്നു സമസ്തയെന്ന് സംസ്കൃത മലയാളത്തിന്റെ ഈ കൊണ്ടുപിടിച്ചിട്ടുള്ള ദുരുപയോഗത്തിനെതിരെ ശബ്ദിച്ചത്. എല്ലാവർക്കും പഠിക്കാൻ കഴിയണം, അത് സവർണർക്ക് മാത്രം പഠിക്കാൻ കഴിഞ്ഞാൽ പോരാ. അങ്ങനെ സവർണരെ മാത്രം കടാക്ഷിക്കുന്ന ഒരു വിദ്യാഭ്യാസ വിശ്വാസവും ശരിയല്ല. കാരണം പ്രവാചകൻ ആരുടെ കൂടെയായിരുന്നു? പാവങ്ങളുടെ കൂടെയായിരുന്നു, കീഴാളരുടെ കൂടെയായിരുന്നു. അന്ധനായ അബ്ദുല്ലാഹിബ്നു മക്തൂം തങ്ങൾ വന്നപ്പോ ഖുറൈശി വരേണ്യരുമായിട്ടുള്ള ചർച്ചയിൽ മുന്നോട്ട് പോകവേ എന്നും കാണുന്ന അനുചരനെ വേണ്ട പോലെ ഗൗനിക്കാതിരുന്നോ എന്ന് തോന്നുമ്പോഴേക്കും അള്ളാഹു തിരുത്തിയ പ്രസ്ഥാനത്തിന്റെ വക്താക്കളാണ് നാം. അബസവതവല്ല അൻജാഉൽ അഅ്മ. സുഫയുടെ അഹ്ലുകാരെയാണ് എന്നും പരിപാലിക്കേണ്ടത്, അവരെ അങ്ങ് ഉപേക്ഷിക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞ ആ കൽപ്പന ശിരസാവഹിച്ച പാവങ്ങൾക്കൊപ്പം നിന്ന പ്രവാചകന്റെ പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം. പ്രമാണിമാർ ധാരാളം ഉണ്ടായിട്ടും ലേവി എന്ന ചെറുപ്പക്കാരന്റെ കൂടെയായിരുന്നു സയ്യിദുനാ മസീഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം. ആരോ ചോദിച്ചു, ലേവിയെ തന്നെ വേണം അല്ലേ എപ്പോഴും? ഈ ദുർബലനായ ഹരിജനായ കീഴാളനായ അധസ്ഥിതനായ ലേവിയാണോ നിനക്കെപ്പോഴും വേണ്ടത്? അതിന് സയ്യിദുനാ മസീഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം കൊടുത്ത മറുപടി എന്താ? രോഗിക്കല്ലേ വൈദ്യന്റെ ആവശ്യം. ഞാൻ അങ്ങോട്ടേക്ക് എന്റെ വിഷയത്തെ കൊണ്ടുപോവുകയല്ല. ഇന്നും അടിസ്ഥാന വർഗത്തിന്റെ കൂടെയാണ് സമസ്തയുടെ മൻഹജ് നിലകൊള്ളുന്നത്. നാട് കീഴ്പ്പെടുത്താൻ ബ്രിട്ടീഷുകാർ വന്നപ്പോ എന്തായിരുന്നു സമസ്തയുടെ നിലപാട്? ആ നിലപാടിന്റെ പേരിലും കേൾക്കുന്നില്ലേ പഴി? സമസ്ത ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ എതിർത്തു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ സമസ്ത എതിർത്തു എന്ന് പറയപ്പെടുന്ന കാലഘട്ടത്തിലെ ചരിത്രം നോക്കൂ. ഇന്ന് നമ്മുടെ അഭിമാന സ്ഥാപനമാണല്ലോ താനൂർ ഇസ്ലാഹുൽ ഉലൂം, ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റഡ് സ്ഥാപനം. ആ സ്ഥാപനത്തിൽ സമസ്തയുടെ സ്ഥാപക നേതാവ് പാങ്ങിൽ ഉസ്താദ്, ആ പാങ്ങിൽ ഉസ്താദൊക്കെ പങ്കെടുത്ത 928 യോഗത്തിന്റെ മിനിറ്റ്സ് ഞാൻ ആ ദിവസം ഓർക്കുന്നില്ല, വായിച്ചു നോക്കൂ. ഇംഗ്ലീഷ് ഭാഷയും ഹിന്ദുസ്ഥാനി ഭാഷയും പഠിപ്പിക്കാൻ പൊന്നാനി താലൂക്ക് വരണാധികാരിയോട് വാദ്യാന വിട്ടുതരാൻ ഈ യോഗം ആവശ്യപ്പെടുന്നു. ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കാൻ, ഹിന്ദുസ്ഥാനി ഭാഷ പഠിപ്പിക്കാൻ. മഹത്തായ സമസ്തക്ക് ഒരു മുഷാവറ അംഗം ഉണ്ടായിരുന്നല്ല, ജർമ്മൻ മൂസഹാജി. അദ്ദേഹം അന്നേ മൾട്ടി ലിംഗ്വിസ്റ്റിക് ആണ്.
പറവണ്ണ മുഹിയുദ്ദീൻ കുട്ടി ഉസ്താദ് ബഹുഭാഷാ പണ്ഡിതനാണ്. നേരത്തെ നമ്മുടെ മൻഹജിന്റെ ശില്പിയായി നാം അനുഭവിച്ച ശംസുൽ ഉലമ ബഹുഭാഷാ പണ്ഡിതനാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെയോ ഇംഗ്ലീഷ് ഭാഷയോ അല്ല അടിസ്ഥാനപരമായി എതിർത്തത്. മൻ അലിമ ലുഗത്ത ഖൗമിൻ അമിന ശിറാറഹും. ആരെങ്കിലും ഏതെങ്കിലും ജനതയുടെ ഭാഷ പഠിച്ചാൽ അവരെ പിന്നെ നമുക്ക് പേടിക്കേണ്ടി വരില്ലല്ലോ എന്ന് ഉമ്മത്തിനെ പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറിച്ച് എന്തിനെ എതിർത്തത്? മെക്കോളോയുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ എതിർത്തപ്പോൾ വന്ന ക്ലോസ് ആണ് ഇംഗ്ലീഷ് ഭാഷ. കാഴ്ചയിൽ ഗാന്ധിയും മനസ്സിൽ സായിപ്പുമായ ഒരു തലമുറയെ ഇവിടെ ഉണ്ടാക്കണം. അതാണ് മെക്കോളോയുടെ സ്വപ്നമായിരുന്നു. കാഴ്ചയിൽ ഗാന്ധിയെ പോലെ വേണം, ഇന്ത്യൻ ലുക്കായിരിക്കണം, പക്ഷേ മാനസികമായി ബ്രിട്ടീഷുകാരെ പോലെയാകണം. അങ്ങനെ ഈ നാടിന്റെ ബഹുസ്വരതയുടെ ദ ഐഡിയ ഓഫ് ഇന്ത്യ അതിനെ നശിപ്പിക്കാൻ വേണ്ടി വന്ന ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഗൂഢാലോചനയിൽ പൊതിഞ്ഞെടുത്ത വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസത്തെ നിങ്ങൾ പിന്തുണക്കാൻ പാടില്ല. നമ്മുടെ ഒരു നാടൻ പ്രയോഗം ഉണ്ടല്ലോ, ഇംഗ്ലീഷ് മരുന്ന് എന്നൊക്കെ പറയല്ലോ, ഇംഗ്ലീഷ് ചികിത്സ.